വരണമെന്നാണ് യുവ വോട്ടറുടെ ആഗ്രഹം? ബി.ജെ.പി. ബി.ജെ.പി വരണമെന്നാണ്. എന്തുകൊണ്ട് ബി.ജെ.പിയുടെ വികസനമാണ്? വികസനം കൊണ്ടാണ്. ആ നാട് ഇങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ വികസിച്ചു പോകും. നശിച്ചതേ ഉള്ളൂ, വികസിച്ചൊന്നുമില്ല. എൽ.ഡി.എഫിന്റെ ഭരണം എങ്ങനെയുണ്ട്? എൽ.ഡി.എഫിന്റെ ഭരണം മോശമാണ്. അപ്പൊ ഇനി യു.ഡി.എഫ് വന്നാലും ശരിയാവും. ഇവിടെ വന്നാലും ശരിയാവും. ഞാൻ കോൺഗ്രസ്സുകാരിയാണ്, അതുകൊണ്ട് എനിക്ക് ആഗ്രഹം കുറവാണ്. പക്ഷെ പിന്നെ വിജയണ്ണം ജയിച്ച സന്തോഷം, ഒരു ദിവസത്തെ സന്തോഷം. ഞങ്ങൾ സ്വന്തക്കാരല്ലേ മക്കളെ, അതുകൊണ്ട് പിന്നെ എന്റെ അണ്ണനെ ഒരു ദിവസത്തെ ജയിച്ചാലും ചേട്ടാ, പിന്നെ യു.ഡി.എഫ് ജയിച്ച സ്ത്രീകൾക്കൊക്കെ ബസ് യാത്ര ഫ്രീ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പൊ സ്ത്രീകൾ എങ്ങാനും മനസ്സ് അതല്ല, അതിപ്പം സ്ത്രീകൾക്ക് ബസ് യാത്രയല്ല, ബസ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറയും. അതല്ല അവര് ചെയ്യും. ഇല്ല, ഒരിക്കലും മാറില്ല. യാത്ര കിട്ടിയാലും ഇല്ല, സംസാരിക്കണേ നിലവിൽ വന്നില്ലല്ലോ. അതുകൊണ്ട് മുൻകൂട്ടി പറയണോണ്ട് അത് അംഗീകരിക്കൂല. അങ്ങനെ വന്നാലും ഞങ്ങൾ എൽ.ഡി.എഫിനൊപ്പം തന്നെ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കട മണ്ഡലത്തിലാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്ക് വൈറലായ, നമുക്കറിയാം കാട്ടാക്കട എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പരിചിതമാണ്. ഈ കാട്ടാക്കട എവിടെയുള്ളതെന്നൊക്കെ ചോദിക്കുന്നത് പോലെ അല്ലേ? അപ്പൊ എന്തായാലും കാട്ടാക്കട മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. അപ്പോ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചരിത്രം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് എൽ.ഡി.എഫ് തുടരുകയാണ്, ഐ.ബി. സതീഷ് തുടരുകയാണ്. ഇനി അടുത്ത ഒരു 5 വർഷവും കൂടി കാട്ടാക്കടക്കാർ ഐ.ബി. സതീഷിന് കൊടുക്കുമോ എന്നതൊരു ചോദ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും അതൊരു ചോദ്യമാണ്. എങ്കിൽ പോലും ബി.ജെ.പിക്ക് സാധ്യതയേറുന്ന ഒരു മണ്ഡലമായിട്ട് കാട്ടാക്കട മാറുന്നു എന്നുള്ളതാണ് സൂചനകൾ. അതായത് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട് ശതമാനം എന്ന് പറയുന്നത് എൽ.ഡി.എഫിന് ഒരു വോട്ടിന്റെ ഒക്കെ ഒരു മുൻതൂക്കത്തിലാണ് ജയം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ആ ഒരു വിജയ സാധ്യത ഉണ്ടാകുക. അതായത് ഈ പറയുന്ന ഒരു വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ആ സാധ്യത കുറയും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കാട്ടാക്കടയിലെ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്നറിയാനാണ് ആ മൂന്നാം പിണറായി സർക്കാർ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കാട്ടാക്കടക്കാർ എന്താണ് തീരുമാനിക്കുന്നത് എന്നതിലേക്കാണ്. അത് മാത്രമല്ല, നമ്മുടെ ആങ്കർ ആൻസിയുടെ സ്വന്തം നാട് കൂടെയാണ്, മണ്ഡലം കൂടിയാണ്. എന്റെ മണ്ഡലത്തിൽ നിൽക്കുന്നതിന്റെ സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്തവണയും എൽ.ഡി.എഫിനൊപ്പം തുടരുമോ, മാറാത്തത് മാറുമോ, കോൺഗ്രസ് കൊണ്ടുപോകുമോ എന്നൊക്കെ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചു അവരുടെ പൾസ് മനസ്സിലാക്കാം. യു.ഡി.എഫ്. ഇപ്പൊ നമുക്കറിയാവുന്ന ചേട്ടനാണ് ഇരിക്കണേ. എന്നാലും എന്തോന്ന് പറയാ, ഇപ്പം നമ്മളെ ഈ ഭൂരിപക്ഷം നോക്കും. അപ്പൊ അതിൽ കുറവാണെങ്കിൽ യു.ഡി.എഫ് ആണ്. എൽ.ഡി.എഫ് ഭരണമാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ തുടരാൻ സാധ്യതയില്ല. അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചേച്ചി. ഇപ്പൊ അവരാണ് ഭരിക്കണമെങ്കിൽ അവർ ജയിക്കുകയാണെങ്കിൽ അവർ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഭരിക്കും. ആര് വരണമെന്നാണ് യുവ വോട്ടറുടെ ആഗ്രഹം? ബി.ജെ.പി. ബി.ജെ.പി വരണമെന്നാണ്. എന്തുകൊണ്ട്? ബി.ജെ.പിയുടെ വികസനമാണ്. വികസനം കൊണ്ടാണ്, എല്ലാം മാറ്റമുണ്ട്. മോദി എഫക്റ്റ് ആണ്. പിന്നെ കുറച്ച് നല്ല കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട് എൽ.ഡി.എഫിനെ പോലെ. മാറേണ്ടത് മാറ്റം. ആര് ജയിക്കാന്ന് പറയാനൊന്നും പറ്റില്ല. ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? ആഗ്രഹമൊന്നുമില്ല പ്രത്യേകിച്ചൊന്നും. ആര് ജയിച്ചാലും ഇങ്ങനെ തന്നെ പോകും ലോകം. ഭരണം എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ? കുഴപ്പമില്ല. പക്ഷെ സ്ത്രീകൾ കാണിക്കണതൊന്നും ശരിയായ കാര്യമല്ല. പുരുഷന്മാരെന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന്റെ പിറകെ നടന്നാൽ ഇന്നത്തെ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളു പറയാൻ. നാട് വികസിച്ചോ? നമ്മുടെ നാട് ആ നാട് ഇങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ വികസിച്ചു പോകും. നശിച്ചതേ ഉള്ളൂ, വികസിച്ചൊന്നുമില്ല. നശിച്ചതായിരുന്നെന്ന് പറയണില്ല. ഭരണം കൊള്ളാം, ആൾക്കാര് ശരിയല്ല, അത്രേ ഉള്ളൂ. ജനം നന്നാവണം. ഭരിക്കുന്നവര് ശരിയല്ല, ജനം നന്നാവണം. ജനം തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ 3 പാർട്ടികളും ഒന്നുപോലെ നിൽക്കുന്നവരാണ്. അപ്പൊ പിന്നെ ഇവിടുത്തെ ആദ്യ സ്ഥാനത്ത് വി.ഡി. സതീശൻ കാട്ടാക്കടക്കാരനാണല്ലോ, അതുകൊണ്ട് വിജയ സാധ്യതയ്ക്ക്. ഈ സ്ഥാനാർത്ഥികൾ 3 പേര് എങ്ങനെയുണ്ട്? പരിചിതരാണല്ലോ, ഏതാണ്ട് പരിചിതരാണ്. എങ്ങനെയുണ്ട് അവരുടെ പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട്? മൂന്നവരുടെ പ്രവർത്തനം ഒരുപോലെയൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അവരുടെ ഇപ്പോഴത്തെ പാവപ്പെട്ടവർക്കുള്ള പെൻഷനും കാര്യങ്ങളെ കുറിച്ച് വേറെ മുടക്കങ്ങളൊന്നുമില്ല, കൃത്യമായിട്ട് കൊടുത്തോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ അതൊക്കെ വാഗ്ദാനങ്ങൾ മാത്രമേ കാണുന്നില്ല. അതെ നടപ്പിലാക്കണ ഇവർ ചെയ്യുമ്പോഴൊന്നും ഈ സർക്കാർ ഒന്നും ചെയ്യത്തില്ല. പിണറായി സർക്കാർ നല്ല സർക്കാരില്ല. തുടരണം, വേണം. കാര്യം പാവങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല. ശബരിമല കേസ് അത് ഇവർക്ക് എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം. എല്ലാ പാർട്ടിക്കാർക്കും അറിയാം. ഇപ്പൊ മോദി സർക്കാർ ഒന്നും വേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഇന്നത്തേത്. അതിനെപ്പറ്റി പ്രധാനമന്ത്രി ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്.
അത് അറിയില്ല. അത് വോട്ട് ചെയ്യാൻ പോകും. ആര് ഭരിക്കണം, തുടരും, ആര് അത് എന്റെ തീരുമാനമല്ല, ജനങ്ങൾ തീരുമാനിക്കുക. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു തീരുമാനവും ഇല്ല. ഇത് അതെ, അത് ഞാൻ എന്റെ ഒരു വോട്ട് കൊണ്ട് അവർ ജയിക്കില്ല. പക്ഷെ ഞാൻ ചെയ്യാനുള്ളത് ചെയ്യും, അത് വേറെ കാര്യം. അങ്ങനെ താല്പര്യമില്ല. ആര് കൊണ്ടുപോകും ഇത്തവണ കാട്ടാക്കട മണ്ഡലം? കാട്ടാക്കട മണ്ഡലം MR ബൈജു എന്തുകൊണ്ടാണ്? ഒരു യുവാവാണ്. മറ്റേ 2 പ്രാവശ്യം ജയിച്ചു. എല്ലാവരും കണ്ടു മടുത്ത മുഖം. ഇത് പുതിയൊരു പയ്യൻ, അതുകൊണ്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ നല്ല ഇതാണ്. എന്തായാലും ആദ്യം ഒരു പ്രാവശ്യം വരട്ടെ, അവന്റെ കഴിവ് മനസ്സിലാക്കാൻ പറ്റും. ഐ.വി. സതീശനെ 10 വർഷം വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. എങ്കിൽ കൂടി അത് മാറ്റി ചിന്തിക്കുന്ന പുതിയ ആള് വരട്ടെ. വികസനമൊക്കെ എങ്ങനെയാണ്? വികസനം ഒരു പരിധി വരെ കറക്റ്റാണ്, 100% ഇല്ല. എങ്കിലും ഒരു ഭരണമാറ്റം വേണം. ഭരണമാറ്റം വേണം, ടോട്ടലി ടോട്ടലി വേണം. കേരളത്തില് ഈ ശബരിമല സ്വർണ്ണ കേസൊക്കെ LDF തിരിച്ചടിയാവും. 100% തിരിച്ചടിയാവും. അതിന് ഒരു തർക്കവും വേണ്ട. പിന്നെ ഭരണമാറ്റം വേണം എന്ന് തന്നെയാണ്. ഈ കാട്ടാക്കട മണ്ഡലം ആര് ജയിക്കും ഇപ്രാവശ്യം? UDF. UDF. എന്തുകൊണ്ട് UDF? LDF-ന്റെ ഭരണം എങ്ങനെയുണ്ട്? LDF-ന്റെ ഭരണം മോശമാണ്. അപ്പൊ ഇനി UDF വന്നാലും ശരിയാവും. UDF വന്നാലും ശരിയാവും. വികസന പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട് നാട്ടില്? വികസനം കുഴപ്പമില്ല. ടോട്ടലി ഒരു ഭരണമാറ്റം വേണം. ഭരണമാറ്റം ആവശ്യമാണ്. കാട്ടാക്കട മണ്ഡലത്തിൽ UDF. UDF. എന്തുകൊണ്ട് യുവതലമുറ UDF-നെ മാറ്റം വേണ്ട. 10 വർഷം ഒരിക്കലില്ല, മാറ്റം വരണം. മാറ്റം വേണം. LDF-ന്റെ ഭരണം എങ്ങനെയുണ്ട്? തരക്കാരില്ല, തിരക്കിടില്ല. UDF വരണം. UDF വരണം. ഇപ്പൊ ഉള്ളതെല്ലാം മാറും. ഇല്ല. യുവ വോട്ടർമാരൊക്കെ UDF-നൊപ്പമാണ് നിൽക്കുന്നത്. തുടരണോ? LDF തുടരണോ അതോ കോൺഗ്രസ് വരണോ? LDF തുടരണ്ടേ അല്ലേ? നല്ല വികസന പ്രവർത്തനം. ഐ.വി. സതീഷ് ജനസമ്മതിദായകനായ വ്യക്തിയാണ്. അപ്പോ ഭരണമാറ്റം ഉണ്ടാകില്ല. UDF, LDF, BJP ആര് കൊണ്ടുപോകും? അപ്പൊ അത് നമുക്ക് തീർപ്പ് പറയാൻ പറ്റൂല. ആര് ഭരണം? ഭരണമാറ്റം വേണോ? ഭരണം മാറ്റം വേണം. വേണം. എന്തുകൊണ്ട്? ഭരണം ഇപ്പത്തെ ഭരണം ശരിയാവില്ല. 10 വർഷം അത്ര 10 വർഷം എന്നുള്ള പേരേ ഉള്ളൂ. കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താലേ കാര്യങ്ങൾ നടക്കും. പെൻഷൻ കിട്ടിയിട്ട് കാര്യമുണ്ടോ? അത് മാത്രം കുറച്ച് പൈസ കിട്ടിയിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്താലുള്ള കാര്യങ്ങൾ നടക്കും. അപ്പൊ കുറെ രൂപയും കൂടെ ഒരു ഭാഗം കിട്ടിയിട്ട് അത് അമ്മമാർക്ക് കിട്ടിയാലേ കൊള്ളാവും. നമുക്കൊന്നും കിട്ടിയിട്ടൊന്നും വലിയ അതൊക്കെ മാറി, മാറ്റമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരുവിധം കൊള്ള തീരെ തെറ്റെന്ന് പറയാൻ പറ്റൂല. ആവശ്യത്തിനൊക്കെ നടക്കുന്ന എല്ലാം എല്ലാരെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റൂല. ഏത് സർക്കാരുകാരിയാലും മക്കളെ എല്ലാരെ കൊണ്ടും പറ്റുമോ? എല്ലാരെ കൊണ്ടും പറ്റൂല. അതെ, പറ്റുന്ന കാര്യമൊക്കെ കുറച്ചൊക്കെ ചെയ്യും. ഞാൻ കാക്കൽസുകാരിയാണ്, അതുകൊണ്ട് എനിക്ക് ആഗ്രഹം കുറവാണ്. പക്ഷെ പിന്നെ വിജയണ്ണം ജയിച്ചാ സന്തോഷം വരും. ഒരു ദിവസത്തെ സന്തോഷം. ഞങ്ങൾ സ്വന്തക്കാരല്ലേ മക്കളെ, അതുകൊണ്ട് പിന്നെ എന്റെ അണ്ണനെ ഒരു ദിവസത്തെ ജയിച്ചാലും കോൺഗ്രസ് ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്ന അവര് ജയിച്ചു വന്ന ഈ ബസ് യാത്രയൊക്കെ സ്ത്രീകൾക്ക് സൗജന്യമാണെന്നാണ് കോൺഗ്രസ് എന്നാണ് ഞങ്ങളെ പാർട്ടി അതാണ് മക്കളെ. 2 വർഷം പറയാമല്ലോ അല്ലേ മോനെ? എങ്ങനെയുണ്ട് വികസന പ്രവർത്തനം? കുഴപ്പമില്ല. ഐ.വി. സതീഷ് എന്റെ നമുക്കവിടെ CK ഹരീന്ദ്രനാണ്. ഇത് 10 വർഷം കൊണ്ട് LDF ആണ്. സതീഷ് MLA ആണ്. ഈ വർഷവും അത് തന്നെ MLA. ഒരു മാറ്റവും ഇല്ല. പൂർണ്ണ വിശ്വാസം ഐ.വി. സതീശൻ കാട്ടാക്കടയിൽ തന്നെ. BJP എന്ന് പറയുന്നത് ഒരു ഇല്ല. ഇവിടങ്ങളില്ല. BJP എന്ന് പറയുന്നത് പൈസക്ക് വേണ്ടി മാത്രം. പൈസ കൊടുക്കുക. BJP എന്ന് ഈ കുരിശുമുട്ടത്ത് BJP ഒന്നും തല പൊങ്ങില്ല. അവരും അങ്ങനെ തന്നെ. അപ്പൊ LDF തന്നെ ഇവിടെ തുടരും. കാട്ടാക്കട മണ്ഡലം LDF വികസന പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട്? 10 വർഷം ഇവിടെ വികസനം ഇവിടെ മലയങ്കിഴ ആശുപത്രി, 4-5 നില ആശുപത്രി, അതേപോലെ തന്നെ കോളേജ്,
ഇവിടെ കൃഷിഭവൻ ഇങ്ങനെ ഉള്ള സകല വികസനവും 10 വർഷം കൊണ്ട് സതീശനാണ് ചെയ്തത്. അപ്പൊ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട്. 100% ബോധ്യമാണ്. ഞങ്ങളെല്ലാം പോകുന്നതല്ലേ. ഓപ്പോസിറ്റ് പറയുന്നത് ഇവിടെ വികസനമൊന്നും അത് അവര് പറയാ. അവർക്ക് ഇതെന്റെ അമ്മയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്. പക്ഷെ ഇത് ഇപ്പൊ ഇവിടെ വെച്ച് പറയാൻ പറ്റിയില്ല എന്നേ അവര് പറയൂ. ആലോചന വരും 100%. ഇവിടെ പാവപ്പെട്ടവനും ബാക്കിയുള്ളവനും എല്ലാവരും ഞാൻ 5 വർഷം കൊണ്ട് പണിക്കൊന്നും പോകാൻ പറ്റില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. എനിക്ക് 2000 രൂപ ഇപ്പം പെൻഷൻ മാത്രം. കെട്ടിട നിർമ്മാണ തൊഴിലാളി അതിൽ എനിക്ക് 160 രൂപ 1600 രൂപ ഉണ്ട്. ഇപ്പൊ അവര് ഇവിടെ കോൺഗ്രസ് ആയിരുന്നപ്പോഴ് 18 മാസമാണ് പെൻഡിങ് ആയത്. പിണറായി സർക്കാർ വന്ന് 2 മാസം കൊണ്ട് കൊടുത്തു തീർത്തു. ചേട്ടാ, പിന്നെ UDF ജയിച്ച സ്ത്രീകൾക്കൊക്കെ ബസ് യാത്ര ഫ്രീ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പൊ സ്ത്രീകൾ എങ്ങാനും അതല്ല, അതിപ്പം സ്ത്രീകൾക്ക് ബസ് യാത്രയല്ല, ബസ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറയും. അതല്ല അവര് ചെയ്യും. UDF സർക്കാർ വന്ന ബസ്സിൽ ഫ്രീ യാത്ര സ്ത്രീകൾക്ക് എന്ന് പറയുന്നുണ്ട്. സ്ത്രീകളുടെ മനസ്സൊക്കെ മാറും? ഇല്ല, ഒരിക്കലും മാറില്ല. ഇല്ല, നിലവിൽ വന്നില്ലല്ലോ. അതുകൊണ്ട് മുൻകൂട്ടി പറയണോണ്ട് അത് അംഗീകരിക്കൂല. അങ്ങനെ വന്നാലും ഞങ്ങൾ LDF-നൊപ്പം തന്നെ. അതെ, ഒരു വാഗ്ദാനങ്ങളിലൊന്നും പ്രത്യേകിച്ച് സൗജന്യ യാത്രയിലൊന്നും വീഴുന്നവരല്ല കാട്ടാക്കടയിലെ സ്ത്രീകൾ എന്നുള്ളതാണ്. UDF-ന്റെ സൗജന്യ ബസ് യാത്രയൊന്നും അവർക്ക് വേണ്ട. ഞങ്ങൾ LDF-നൊപ്പം. അതെ, എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്.